ഹായ് ഗൈസ്, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. രണ്ട് വാർത്തകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്തെ വാർത്ത ഇതാണ്: പുതിയ ക്ലാസ്സിലേക്ക് വരില്ല നിയയും രാജേശ്വരി. ഇതാണ് ആദ്യത്തെ വാർത്ത. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ രണ്ട് കുട്ടികളും രണ്ട് സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്നു. അവർ 1-2 ദിവസം മുന്നേ മരണപ്പെട്ടു. അപ്പോൾ ഇന്നലത്തെ പത്രവാർത്തയാണത്. ഇനി രണ്ടാമത്തെ കാര്യം കാണിച്ചു തരാം. സുപ്രധാന വിധിയുമായി ഹൈക്കോടതി. കാട് പിടിച്ച സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണം. സ്ഥലമുടമയെ കണ്ടെത്തുമ്പോൾ ഈ ചിലവ് ഈടാക്കാം. അതായത് ഈ ആൾതാമസമുള്ള വീടുകളുടെയൊക്കെ തൊട്ടടുത്തായിട്ട് ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ ആ സ്ഥലം വാങ്ങിയിട്ട് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അവിടെ കാട് പിടിച്ച് അവിടെ ഇതുപോലുള്ള ജീവികളെല്ലാം വളർന്ന് മനുഷ്യ ജീവിതത്തിന് ദുസ്സഹമായി തീരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കോടതി ഉത്തരവ് പ്രകാരം നാളെ മുതൽ നമ്മുടെ പഞ്ചായത്തോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഒന്നും ഇതുപോലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ ചെയ്യുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഇതിന് ഒരുപാട് കാലതാമസങ്ങൾ എടുക്കും. എങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോലും ആ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആയിരിക്കും. പക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ വാങ്ങിയ ആൾക്കാരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവരുടെ അടുത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ ആ സ്ഥലം ക്ലീൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യിപ്പിക്കാൻ പറ്റും. ഒരു പാമ്പ് കടിയേറ്റ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പേപ്പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ജീവി കാരണം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇവരെ ഒന്നും കൊല്ലാനുള്ള റൈറ്റ്സ് ഇല്ല. നമ്മളത് ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. ഇവിടെ ഏറ്റവും വേണ്ടപ്പെട്ട ആർക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കാത്തത് കൊണ്ടാണ് നമുക്കിതിനെതിരെ പ്രതിഷേധിക്കാനോ ഒരു സ്വരമുയർത്താനോ ഉള്ള ഒരു മടി അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ വീടിനടുത്ത് ചുറ്റളവിലുള്ള ഒരു 1/2 കിലോമീറ്ററിനകത്തുള്ള സ്ഥലങ്ങൾ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥരെ കണ്ടുപിടിച്ച് ഈ പറയുന്ന കാര്യം അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതി. അതല്ലാതെ ഇനി ഒരു അപകടം സംഭവിച്ചതിന് ശേഷം നമ്മളിതിനെതിരെ പ്രതികരിക്കാനും ഹോസ്പിറ്റലിൽ തല്ലിപ്പൊളിക്കാനും ഡോക്ടറിനെ ഉപദ്രവിക്കാനൊക്കെ പോയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം തുടക്കം ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ പിന്തുണച്ചുകൊണ്ട് പല ആൾക്കാർ രംഗത്ത് വരും. എന്തെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളോ ക്ലബ്ബുകളോ പോലുള്ള ആൾക്കാരെല്ലാം ഇതിൻ്റെ പുറകെ വരും. അതിൻ്റെ പിന്നാലെ ഗവൺമെൻറ് വരും. ഈ ഒരു പ്രോസസ്സ് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ സർക്കാർ സംവിധാനങ്ങളും ജനപ്രതിനിധികളും പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലത്തെ ഒരു വാർത്ത നമ്മളിനി കേൾക്കാനായിട്ട് ഇടവരരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.